ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൈസൂർ പാക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഹോൾസൊക്കെ ഉള്ള കുറച്ചിങ്ങനെ ബലത്തോട് കൂടിയിട്ടുള്ള മൈസൂർ പാക്ക്, അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൈസൂർ പാക്ക്, ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാനിത് രണ്ടും അല്ല ഉണ്ടാക്കുന്നത്. ഇതിനിടയിലുള്ള അധികം സോഫ്റ്റും അല്ല അധികം ഹാർഡും അല്ല, ആ രീതിയിൽ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൈസൂർ പാക്കാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുത്തി നിറച്ചിട്ട് 1 കപ്പല്ല കേട്ടോ. സാധാരണ മട്ടിൽ 1 കപ്പ് നമ്മൾ പൊടി എടുക്കുക, അതെന്നിട്ട് വടിച്ചിട്ട് എടുത്താൽ മതി. ഇതിനെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി. അധികം വറുക്കേണ്ട ആവശ്യമില്ല, 2-3 മിനിറ്റ് മാത്രം മതി. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. ചെറിയ ചെറിയ കട്ടകളുണ്ടായിരിക്കും, അതൊക്കെ പോകണം, എന്നാലേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയായി കിട്ടുള്ളൂ. അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് കട്ടകളൊക്കെ ഉലർന്നിട്ട് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് അരിച്ച് കിട്ടും. ഇപ്പോൾ അത് ഇങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് ആവശ്യത്തിനുള്ള ചൂടാക്കി എടുക്കണം. ഒരു 1/4 കപ്പ് നെയ്യ് അല്ലെങ്കിൽ 1/2 കപ്പ് നെയ്യും പിന്നെ ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അതുപോലെ എടുക്കാം കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വെക്കണം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് സെയിം പാൻ തന്നെയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ആയാലും മതി. 1/2 കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ പാകത്തിന് കറക്റ്റ് മധുരമായിരിക്കും. അപ്പോൾ പഞ്ചസാര അധികം ഇഷ്ടമില്ലാത്തവർക്ക് 1 കപ്പ് ചേർത്താലും മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ട് ഈ പഞ്ചസാര ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഒരു പാവ് കാച്ചിട്ട് എടുക്കാനാണ്. ഇതൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം. ഇപ്പോൾ ഇതാ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതാ ഒരു നൂൽപ്പരുവായിട്ടുണ്ട്. ആ സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ പഞ്ചസാര കൂടുതൽ കട്ടിയായി പോവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഈ കടലമാവ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട കെട്ടാതെ മിക്സ് ചെയ്യണം. അപ്പോൾ ഒരേ സമയം ഒന്നിച്ചിടാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് വേണം കടലമാവ് മിക്സ് ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ, അതായത് 1 കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കുന്നതെങ്കിൽ ഇത് ഇത്ര തന്നെ ലൂസ് ഉണ്ടാവില്ല, കുറച്ചും കൂടി അങ്ങനെ തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും. ഇനി കുറച്ച് കുറച്ചായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഓരോ തവിയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. നെയ്യ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെയ്യ് നല്ല ചൂടുണ്ടായിരിക്കണം, നല്ല അങ്ങനെ തിളച്ച ആ ചൂടുണ്ടായിരിക്കണം. ഒരു പ്രാവശ്യം നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യ് കംപ്ലീറ്റ് ഇതിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നെയ്യ് ഒഴിക്കുക. അതായത് മുഴുവനായിട്ട് അത് അബ്സോർബ് ചെയ്യുമ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും. ഫ്ലെയിം വല്ലാതെ ഹൈ ആക്കി വെക്കരുത് കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യാവൂ. ഒരു 3-4 പ്രാവശ്യം ഒഴിച്ചതിൻ്റെ ശേഷം ഈ ഒരു പരുവായിട്ടുണ്ട്, കണ്ടില്ലേ. ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട്. കുറച്ചും കൂടി ആവാണ്ട്. അപ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കണ്ടില്ലേ. അവസാനം ഒരു തവി കൂടി നെയ്യ് ഇനി ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതും കൂടി ഇതിലേക്ക് അബ്സോർബ് ആവും. ഇപ്പോൾ ഇതാ ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കണു, കണ്ടില്ലേ. ഈ ഒരു പരുവത്തിൽ വരും. ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള ആ കുറച്ചും കൂടി നെയ്യ് ബാക്കിയുള്ളത് അതും കൂടി ഞാൻ ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കറക്റ്റാണ് 1/4 കപ്പ് നെയ്യ് എടുത്തത്. 1/4 കപ്പ് ഞാൻ പറഞ്ഞില്ലേ, നെയ്യിന് 1/2 കപ്പ് നെയ്യും 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും അങ്ങനെ എടുക്കാവുന്നതാണ്. പക്ഷേ നെയ്യ് ഒഴിച്ചാലാണ് നെയ്യിൻ്റെ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 1/2 കപ്പെങ്കിലും മിനിമം നമ്മൾ ഒഴിക്കണം നെയ്യ്. നെയ്യിൻ്റെ ഫ്ലേവറാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇപ്പോൾ ഇതാ കറക്റ്റ് ആയിരിക്കണു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ ആ പദം മാറിയിട്ട് ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതൊരു നെയ്യ് പുരട്ടിയിട്ടുള്ള, അതായത് ഒരു മയം പുരട്ടിയിട്ടുള്ള ട്രേയിലേക്ക് മാറ്റുക.
ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ചിങ്ങനെ പൊടിയായിട്ടാണ്, അങ്ങനെ ഒഴുകുന്ന ഒരു കൺസിസ്റ്റൻസി അല്ല കേട്ടോ ഉണ്ടാവുക. ഈ ഒരു രീതിയിലാണ്. അപ്പം ഇങ്ങനെയാവുമ്പോൾ നമുക്കിത് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ. മറ്റേ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റ് നോക്കിയിട്ടാണ് കുറച്ച് ഹാർഡായത്, അതായത് ഹോൾസ് ഉള്ളതും അതുപോലെ തന്നെ സോഫ്റ്റ് ആയതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതാവുമ്പോൾ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കുമ്പോൾ നല്ല അത്യാവശ്യത്തിന് അതായത് കറക്റ്റായിട്ടുള്ള ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഇതിനുണ്ടായിരിക്കും. നല്ല ടേസ്റ്റുമാണ്. ഇതിന് ചൂടോടെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലാണത് ശരിയാവുള്ളൂ. പിന്നീട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഇത് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. പിന്നെ തണുത്തതിൻ്റെ ശേഷം മാത്രം പീസസ് ആയിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. അത് ബാക്കി കട്ട് ചെയ്യുന്ന വീഡിയോ മിസ്സായി, അത് ഇതിലില്ല. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത് അധികം അങ്ങനെ സോഫ്റ്റും അല്ല വല്ലാതെ അങ്ങനെ ഹാർഡും അല്ല, ആ ഒരു രീതിയിലാണ്. നമുക്കിങ്ങനെ കടിച്ച് കഴിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഹോൾസൊക്കെ ആയിട്ട് ഉള്ള മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ചിങ്ങനെ ഹാർഡായിരിക്കും. പിന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടാക്കുമ്പോൾ നല്ല കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ അത് രണ്ടും ഞാൻ പിന്നൊരിക്കൽ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ദീപാവലിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്